ഹലോ. ഇൻഫോസിസ് എന്നുള്ളൊരു കമ്പനി, അത് എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. ഇൻഫോസിസ് എന്നുള്ള കമ്പനി IT കമ്പനിയാണ്. അതിൻ്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് നാരായണ മൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം. അവരുടെ വൈഫായിട്ടുള്ള സുധാമൂർത്തി ഈ ഇൻഫോസിസ് കമ്പനിയുടെ ചെയർപേഴ്സണാണ്. അപ്പോൾ ഈ സുധാമൂർത്തിയുടെ വാക്കുകളാണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ്. എന്തുകൊണ്ട് സുധാമൂർത്തിയുടെ വാക്കുകൾ എടുത്തു എന്ന് വെച്ചാൽ, സുധാമൂർത്തി കുറച്ചൊക്കെ പ്രൂവ് ചെയ്ത ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഇതേ കാര്യം നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു കോമഡി ഉണ്ട് മൂവിയിൽ, അതായത് പിന്നെ പൃഥ്വിരാജും സൽമാൻ ഖാനും ഒക്കെ ഷോർട്ട്സ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ആഹാ, നമ്മൾ ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ ഹേ, അങ്ങനെ അത്തരത്തിലൊരു കോമഡി ചെയ്തൊരു മൂവി, ഏത് മൂവിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതേപോലെ തന്നെ സുധാമൂർത്തിയുടെ വാക്കുകൾ ആണ് ഇതെന്നുകൊണ്ട് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും അതിന്. എല്ലാവരും സുധാമൂർത്തി പറഞ്ഞതാണോ എന്ന് വെച്ചിട്ട് ഒരു വാല്യൂ കൊടുക്കാൻ എന്നുവെച്ചാൽ സുധാമൂർത്തിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ അവർ വാല്യൂ കൊടുക്കും. പക്ഷേ ഈ സെയിം സാധനം നമ്മൾ പാവങ്ങൾ പറയുകയാണെങ്കിൽ നിനക്കൊന്നും വേറെ പണിയില്ല, പോടി അവിടുന്ന് നല്ല രീതിയിൽ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സുധാമൂർത്തിനെ ഇന്ന് എൻ്റെ കണ്ടൻ്റായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സുധാമൂർത്തിയുടെ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വുമൻ there will be an understanding man. അതായത് എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് പുറകിലും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ ഉണ്ടാവും എന്നുള്ളതാണ് സുധാമൂർത്തി പറഞ്ഞത്. ഇത് സുധാമൂർത്തി മാത്രമല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ഞാനിത് ഇവർ പറഞ്ഞത് ഇപ്പം കേട്ടതുകൊണ്ട്, മീൻസ് ഇപ്പം ഈ ഇടയ്ക്കാണ് കേട്ടത്, അതുകൊണ്ട് ഇവരുടെ പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേസ്, ഇത് പറയാൻ വേറൊരു റീസൺ കൂടിയുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഇത് ശരിക്കും ഉള്ള കാര്യമാണ്. എൻ്റെ അടുത്ത് പല ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നൊരു കാര്യമാണ്, നിനക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടല്ല നീ ഫ്രണ്ട്സിൻ്റെ പേരിടുന്നത്, ശരിക്കും ഇതൊക്കെ നിനക്ക് സംഭവിക്കുന്നതല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അല്ല, സത്യമായിട്ടും എൻ്റെ ഫ്രണ്ട്സ് ഒരാൾ എന്നോട് ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നതല്ല, നോർമലി നമ്മളുടെ ഉള്ള നോർമൽ ടോക്സിൻ്റെ ഇടയിൽ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇത് മീൻസ് മോശമാണല്ലോ, അല്ലെങ്കിൽ ഇത് ഒരു കണ്ടന്റാക്കിയാൽ കൊള്ളാലോ നല്ല രീതിയിലൊക്കെ എനിക്ക് തോന്നുമ്പോഴാണ് ഞാനിത് കണ്ടന്റാക്കി മാറ്റുക, വിത്ത് അവരുടെ പെർമിഷൻ. അപ്പോൾ ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അതെനിക്ക് വിഷമം വന്നു. അതുകൊണ്ട് ഹസ്ബൻഡ്സ് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, സുധാമൂർത്തി പറയുന്ന വാക്കുകളെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള പെണ്ണിൻ്റെയും പുറകിൽ വളരെയധികം മനസ്സിലാക്കുന്ന ഒരു പുരുഷൻ, ഒരു ആൺ ഉണ്ടാവും എന്നുള്ളത് ആണ് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. പല സ്ത്രീകളും കല്യാണത്തിന് ശേഷം അവരുടെ സ്വപ്നങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്തിട്ട് പൂട്ടി കുടുംബത്തിനും കുട്ടികൾക്കും വീടിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഈ കാലഘട്ടത്തിലും ജീവിച്ചു പോകുന്നുണ്ട്. അതിലൊരു തെളിവാണ് ഞാൻ ഇന്ന് കണ്ട എൻ്റെ ആ ഒരു ഫ്രണ്ട്. അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സ്നേഹിക്കുന്ന ഭർത്താവ് തന്നെയാണ്, വളരെയധികം സന്തോഷത്തോടു കൂടി പോകുന്നു. പക്ഷേ അവൾക്കുള്ള ആകെയുള്ളൊരു സങ്കടം എന്ന് വെച്ചാൽ, അവൾ കല്യാണത്തിന് മുന്നേ തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണെന്ന് വളരെയധികം ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ അവളുടെ പഠിത്തത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് തന്നെ അവളുടെ വീട്ടുകാർ അവളുടെ ആഗ്രഹത്തിന് ഒത്തു നിൽക്കാതെ നിർബന്ധിച്ചിട്ട് അവളെ കല്യാണം കഴിപ്പിച്ചു. പഠിത്തം പിന്നെ ഇങ്ങനെയൊക്കെ കൂടി തട്ടിയും മുട്ടിയും പാസ്സായി. കാരണം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് അതിനൊന്നും എതിര് പറഞ്ഞില്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവൾക്ക് വേണ്ടുന്നത് കുറച്ച് ടൈമാണ്. ഇപ്പോൾ PSC പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ കുറച്ച് ടൈം വേണം, എന്ന് വെച്ചാൽ അതിലിരുന്ന് പ്രിപ്പയർ ചെയ്യാനൊക്കെ ടൈം വേണം. പക്ഷെ എന്തുകൊണ്ടോ അവൾക്ക് കുട്ടികളായി. പിന്നെ അവളുടെ മൈൻഡും അതിനൊക്കെ, കാരണം ഇതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ആയി. എന്ന് വെച്ചാൽ അവളുടെ കുട്ടികൾ, അവളുടെ ഹസ്ബൻഡ് വീട്ടുകാർ, സ്വന്തം വീട്ടുകാർ, ഇതൊക്കെ ടേക്ക് കെയർ ചെയ്തപ്പോഴത്തേക്ക് അവളുടെ ആ ഒരു സ്വപ്നം അവൾ അങ്ങ് അപ്പാടെ ഉപേക്ഷിച്ചു. പക്ഷെ ഉപേക്ഷിച്ചു വെച്ചാൽ എന്നും മനസ്സിലത് ഭയങ്കര ഒരു തീരാ ദുഃഖമായിട്ട് ഇങ്ങനെ കിടക്കും. ഈവൻ ഭർത്താവാണെങ്കിലും തീരെ സപ്പോർട്ടീവ് അല്ല. കാരണം 1-2 പ്രാവശ്യം അവളുടെ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്കിവിടെ എന്തിൻ്റെ കുറവാണുള്ളത്, ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ, നിനക്ക് ആവശ്യമുള്ള പൈസ അതിന് 10,000 വേണോ 15,000 വേണോ, മാസം എത്രയാണ് നിനക്ക് ആവശ്യമുള്ളത്, ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം, നീ എങ്ങനെ വേണമെങ്കിൽ ചിലവാക്കിക്കോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നീ ജോലി ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് ജോലി ആയാലും എന്തായാലും നീ അത്തരത്തിൽ ജോലിക്ക് പോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നീ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, വീടൊക്കെ നോക്കിയിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി. അത്തരത്തിലുള്ള ഒരു റിപ്ലൈ ആയിരുന്നു അവൾ
അവൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇനിയിപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ, അതായത് അത്തരത്തിലുള്ള അവളുടെ സ്വപ്നം നടപ്പിലാക്കണമെങ്കിൽ അവൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിക്കേണ്ടി വരും. ഒന്നെങ്കിൽ അവളുടെ വീട്ടുകാർ, അതായത് ഭർത്താവ് അടങ്ങുന്ന വീട്ടുകാർ ഉപേക്ഷിച്ചിട്ട് അവൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോകേണ്ടി വരും. പക്ഷെ അവൾക്കത് താല്പര്യമില്ല. കാരണം ആഫ്റ്റർ ഓൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ എല്ലാവരും. അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ സ്വപ്നങ്ങൾ സൈഡിലാക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ആ ഭർത്താവ് മറ്റെല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്. പക്ഷേ ഇവളുടെ ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യമേ ഇല്ല. മേ ബി എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അവൾ ഇനിയിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താറുമാറാവും, അതുകൊണ്ട് അത് ജോലി വേണ്ട, ഈ കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഭർത്താവ് ചിന്തിച്ചിട്ടുണ്ടാകും. ഭർത്താവിനെ മോശം എന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻസിഡൻറ്റ്. ഇനി ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയാണ്, ഏട്ടാ എനിക്ക് ഇങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ ഉടനെ നിനക്കോ ബിസിനസ്സോ, പിന്നെ വേറെ പണിയൊന്നുമില്ല, വെറുതെ ടൈമും പൈസയും വേസ്റ്റ് ചെയ്യാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പോസിറ്റീവായിട്ട് അവരുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓക്കെ നിനക്ക് ബിസിനസ് ചെയ്യണം, ഫൈൻ, നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം തന്നെ, എന്തെങ്കിലും നീയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു ബാക്ക് ബോണായിട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ പറ്റുന്ന ലോകം അറിയപ്പെടുന്ന, പോട്ടെ ലോകം വേണ്ട, കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ല അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായിട്ട് മാറാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അവിടെ നിങ്ങളുടെ ഒരു പിടിവാശി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചറിൽ നിങ്ങളുടെ വൈഫിൻ്റെ ആഗ്രഹം നിങ്ങൾ നടത്തി കൊടുത്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. മാത്രമല്ല ഇപ്പം സ്നേഹിക്കുന്നതിൽ ഉപരി ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ആ സ്നേഹം, നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ വെച്ചാൽ ഈക്വലി നിങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇമ്പോർട്ടൻസ് ഓൾറെഡി കൊടുത്തു. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്കും വളരെ നല്ല ഒരു വെച്ചാൽ അവർക്ക് ആ ഒരു സങ്കടം മനസ്സിലുണ്ടാവില്ല, അയ്യോ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാവില്ല. പകരം വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേലിൽ അവർ സ്നേഹം ഇങ്ങനെ കോരിച്ചൊരിയും ഈ ഭാര്യമാർ. അപ്പോൾ പക്ഷേ വേറൊരു ഡീമെറിറ്റ് എന്ന് വെച്ചാൽ അത്ര നാളും ഭാര്യ ചെയ്ത പല കാര്യങ്ങൾക്കും ചിലപ്പം ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഒന്ന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഭാര്യയും ഭർത്താവും ഒന്ന് ചെയ്യുവാണെങ്കിൽ അവർക്കത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫുൾ എഫേർട്ടോട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടിയെയും നിങ്ങളുടെ വീട്ടുകാരെയും അടുക്കള പണിയും ഒക്കെ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒരു അല്ലലും അറിയിക്കാണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു അതേപോലെ നിങ്ങളുടെ ഭാര്യയ്ക്കും ഇതുപോലെ 100% ഒരു എഫേർട്ട് ഇടാൻ പറ്റണമെങ്കിൽ അതിന് നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്ത് നിങ്ങളും ആ ഒരു അവരുടെ വർക്ക് ഈക്വലായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു പേർക്കും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി അവരുടെ ലൈഫ് മുന്നോട്ട് പോകും. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കമ്പാരിസൺ വയ്ക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ വയ്ക്കാതിരിക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയും ഇതുപോലെ വർക്കും ചെയ്ത് വീട്ടുജോലികളും ചെയ്ത് ജീവിച്ച ഒരാളായിരിക്കാം. പക്ഷേ അന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ അന്നത്തെ അത്രയും ആരോഗ്യമുള്ള ആൾക്കാരോ അല്ല ഇന്ന്. അന്നുള്ള ഭക്ഷണവും കാര്യങ്ങളും കൊണ്ട് ഒരുപാട് നല്ല നല്ല ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ ചെയ്ത് പോകാനുള്ളൊരു ശക്തിയും അവർക്കുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഗേൾസ് അതല്ല സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ഇറിറ്റേഷൻസും ഫ്രസ്ട്രേഷൻസും, പിന്നെ വേറൊരു കാര്യം അന്നുള്ള ജോബെന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളത് മാത്രമാണ്. പക്ഷേ ഇന്നത്തെന്ന് വെച്ചാൽ 24/7 വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓവർവെൽം ആവും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മറ്റുള്ള വർക്കുകൾ, വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈക്വൽ എഫേർട്ട് ഇടേണ്ടി വരും അപ്പോൾ രണ്ടുപേരും. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് നന്നായിട്ട് സപ്പോർട്ടീവായിട്ട് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട്, പിന്നെ എന്താ പറയുക, ഈ വർക്ക്സൊക്കെ വീട്ടു ജോലികളാണെങ്കിലും പുറത്തുള്ള മറ്റു ജോലികളാണെങ്കിലും കുട്ടികളെ നോക്കുന്നതാണെങ്കിലും ഈക്വലി ഡിവൈഡ് ചെയ്ത് അത്തരത്തിലുള്ള ഡ്യൂട്ടീസൊക്കെ ഒന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ലൈഫ് സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ നടന്നു പോവുകയും ചെയ്യും. ഇത് ജസ്റ്റ് ഷോർട്ടായിട്ടാണ് സുധാമൂർത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ബിഹൈൻഡ് എവ്രി സക്സസ്ഫുൾ മാൻ there will be a woman, and behind every successful woman there will be an understanding man. Ta-da.